ഏറ്റവും കൂടുതൽ തെരഞ്ഞ വാർത്തയാണ് ദേവനന്ദയുടേത്. ദേവനന്ദ എന്ന പേര് ഒരു പ്രവാസിയുടെ നോവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ആ പേര് ഒരു ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. ദുരൂഹതകൾ ബാക്കി വെച്ചുകൊണ്ടാണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കൺമണിയെ കാണുവാൻ അച്ഛൻ എത്തുമെന്ന് വാക്ക് നൽകിയതായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു വരവ് വരേണ്ടി വരുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല, ഒരുപക്ഷെ പ്രവാസികൾ പോലും. ദേവനന്ദയുടെ അനിയന് വെറും 4 മാസം മാത്രമാണ് പ്രായമുള്ളത്. കുഞ്ഞനിയനെ കാണുവാൻ അച്ഛൻ നാട്ടിലെത്തിയ ആ ദിവസം കാണേണ്ടി വന്നത് ദേവനന്ദയുടെ ചേതനയേറ്റ ശരീരമായിരുന്നു. പൊന്നുമോളെ കാണാനില്ല എന്നറിഞ്ഞതോടെ തിരയാൻ അറബി നാട്ടിൽ നിന്നും വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അച്ഛൻ പ്രദീപ് കുമാർ എത്തിയിരുന്നത്. പക്ഷേ വീട്ടിലേക്ക് എത്തും വഴി തന്നെ കാത്തിരുന്നത് മകളുടെ മരണവാർത്തയായിരുന്നു. പ്രദീപിനെയായിരുന്നു മൃതദേഹം തിരിച്ചറിയുവാൻ പോലീസ് വിളിച്ചത്. 6ന്റെ കരയിലെത്തി മകളെ കണ്ട പ്രദീപ് ചേതനയേറ്റ ശരീരം കണ്ട് ബോധമറ്റ് വീഴുകയും ചെയ്തു. വെക്കേഷന് താൻ നാട്ടിൽ വരണമെന്ന വാശിയിലായിരുന്നു അവൾ. എന്നും വിളിക്കുമായിരുന്നുവെന്നും പിതാവ് പ്രദീപ് നിറകണ്ണുകളോടെ പറയുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മകളുടെ ശരീരം കൊണ്ടുവരുന്നതും കാലത്ത് അയൽ വീട്ടിലിരിക്കവേ അച്ഛൻ പ്രദീപ് പലപ്പോഴും നിലതെറ്റിയിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾക്ക് പിന്നാലെ ദുരൂഹതകൾ നിറഞ്ഞ ചില സംശയങ്ങൾ മുന്നോട്ട് വരികയാണ്. കാണാതാകുന്നതിന് മുമ്പ് ദേവനന്ദ ആഭരണങ്ങളൊന്നും തന്നെ ധരിച്ചിരുന്നില്ല. ദേഹത്ത് പാടുകളോ ക്ഷതങ്ങളോ ഇല്ല. ശ്വാസം മുട്ടിച്ചതിന്റെ സൂചനകളുമില്ല. വീടിന്റെ മുൻവശത്തെ വാതിലിലൂടെ ഇറങ്ങിയാണ് ദേവനന്ദ അമ്മ തുണി കഴുകുന്നിടത്തേക്ക് 2 തവണയും വന്നത്. ഈ വാതിൽ ആരെങ്കിലും തുറന്നിരുന്നോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമ്മയ്ക്കും മുത്തച്ഛനും അമ്മൂമ്മയ്ക്കും ഒപ്പമല്ലാതെ വീടിന് പുറത്തേക്ക് പോകാത്ത ദേവനന്ദ ഒറ്റയ്ക്ക് 400 മീറ്ററോളം ദൂരം എങ്ങനെ പോയെന്ന ചോദ്യം ഉയർത്തുകയാണ് മാതാപിതാക്കളും ബന്ധുക്കളും. വിജനമായ സ്ഥലത്തുകൂടി ദേവനന്ദ ഒറ്റയ്ക്ക് നടന്നു പോയി എന്നും ആരും വിശ്വസിക്കില്ല. കാണാതായ ദിവസം ദേവനന്ദ വീടിനുള്ളിൽ നിന്നപ്പോൾ അമ്മയുടെ ഷോൾ ധരിച്ചിരുന്നു. എന്നാൽ അമ്മ തുണി കഴുകുന്നിടത്തേക്ക് വരുമ്പോൾ ഷോൾ ഇല്ലായിരുന്നു താനും. എന്നാൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഷോൾ ലഭിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ വീടുമായി ബന്ധമുള്ള എല്ലാവരുടെയും പട്ടിക അന്വേഷണത്തിന്റെ ഭാഗമായി തയ്യാറാക്കി കഴിഞ്ഞു. നേരിയ സംശയമുള്ളവരെ പോലും മൊഴിയെടുക്കാനെന്ന നിലയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. 100-ലധികം പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ പോലീസ് സംശയിക്കുന്ന 4 പേരുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. കുട്ടിയുടെ തിരോധാനത്തിന് ശേഷം ഇവരുടെ പെരുമാറ്റം, ഫോൺ കോളുകൾ, പ്രദേശത്തെ സാന്നിധ്യം എന്നിവയൊക്കെ അന്വേഷണ സംഘം പിന്തുടർന്നു. ദേവനന്ദ നേരത്തെയും മുൻപ് 2 തവണ വീട്ടിൽ നിന്നിറങ്ങി നടന്നിട്ടുണ്ടെന്നത് അന്വേഷണ സംഘം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം കുട്ടിക്ക് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ല രീതിയിൽ ഉപദേശം കിട്ടിയിരുന്നു. പിന്നീട് പക്വതയോടെ മാത്രമാണ് കുട്ടി എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരുന്നത്. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതുപോലും ഇപ്പോഴും ദുരൂഹമായിരിക്കുകയാണ്. പ്രവാസികൾ ഉറ്റുനോക്കുന്ന ഈ സംഭവം ഇനി വഴിത്തിരിവിലേക്ക്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.